ഏറ്റവും അടുത്ത സഹോദരിയാണ്. ഒന്നിച്ച് ഞങ്ങൾ ഒരു കൂട്ടായ്മയിൽ ദീർഘനാളുകളായിരിക്കാൻ തക്കണം സഹായിച്ചു. പിന്നോടെ സഹോദരൻ ജോർജ് കുട്ടി, അങ്ങനെ ഞങ്ങൾ അവർ മൂവരും ഒരു അടുപ്പുകല്ല് പോലെ 3 കല്ല് ഉള്ള അടുപ്പിന്റെ കൂട്ട് ഞങ്ങൾ ഒന്നിച്ച് കഴിയുവാൻ തക്കണം ഇടയായി. ഈ ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ലഭിച്ച സമയം ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കണം ഇടയായി. ഹല്ലേലൂയ. താനെ കർത്താവിൽ മരിക്കുവാൻ തക്കണം ഇടയായതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇവ രണ്ടിനാൽ ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരുപ്പാൻ കാക്ഷിക്കുന്നു. അത് അത്യുത്തമമല്ലോ. ഉത്തമമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് മാത്രമേ അത്യുത്തമം എന്ന് പറയുവാൻ തക്കണം കഴിയുള്ളൂ എന്ന് ആ വചനത്തിൽ നിന്ന് കാണുവാൻ തക്കണം കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം പ്രാപിപ്പാൻ എനിക്ക് ഒരുക്കിയിരിക്കുന്ന അപ്പോസ്തലൻ പറയുന്ന പ്രകാരം ഈ വാത്സല്യ സഹോദരൻ വിശ്വാസ അടക്കളത്തിൽ കർത്താവിന് വേണ്ടി നല്ല പൊരുതു, തന്റെ ഓട്ടം തികച്ചു. 68 വയസ്സ് വരെയും താൻ ഓടി അധ്വാനിച്ച് ഇവിടെ ആയിരുന്ന ദൈവജനത്തോട് കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ തക്കണം ഇടയാക്കി. പലപ്പോഴും മരണം മനുഷ്യനൊരു ഭയം നൽകുന്നതാണ്. എന്നാൽ അവിശ്വാസികൾക്കും പ്രത്യാശയില്ലാത്തവർക്കുമാണ് അത് ഭയമായി തോന്നുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ സന്തോഷിക്കുകയും ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നവർക്ക് അത് പ്രയാസമായി തോന്നുകയില്ല. അവർ അവരുടെ ആത്മാവണവാളനായ കർത്താവിന്റെ കൂടെ ചേരുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അവർ പ്രത്യാശയുള്ളവരാണ്. പക്ഷേ പെട്ടെന്ന് ഈ മരണം കടന്നുപോയി എന്ന് നമ്മുടെ ഹൃദയത്തില് വീട്ടുകാർക്ക് ചിന്ത വരും. എന്നാൽ ഒന്നുണ്ട്, യഹോവയുടെ രഥങ്ങൾ 1000-ആയും കോടാനുകോടിയുമാണ്. ഏത് രഥമാണ് അയക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ ഉടമസ്ഥൻ ഓരോ സമയത്ത് അവർ തന്റെ മക്കൾക്ക് രഥം അയച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കും. കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. വലിയവനായ ദൈവം തന്റെ രഥമയച്ച് തന്നെ ഇവിടുന്ന് തന്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടു. ഇവിടെ പറയുന്ന ഒന്നും താൻ അറിയുന്നില്ല. എങ്കിലും സകല ബുദ്ധിയും കഴിയുന്ന ദൈവത്തിന്റെ സമാധാനം ഈ വാത്സല്യ സഹോദരിയോടും കുഞ്ഞുങ്ങളോടും അവരുടെ കുടുംബങ്ങളോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആ കൂട്ടത്തിൽ ഇന്ന് കർത്താവ് ഇറങ്ങി വരികയാണെങ്കിൽ ആ കൂട്ടത്തിൽ എന്റെ വാത്സല്യ സഹോദരനും ആദ്യം ഉയർക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ പിന്നെയോ ശേഷിക്കുന്നവരായ നാം അവനോടുകൂടെ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് ചേരുന്ന നാളുണ്ട്. അന്ന് പുനരുത്ഥാനത്തിന്റെ പുത്തൻപുലരിയിൽ ഈ വാത്സല്യ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി മുൻപോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം സഹായിക്കട്ടെ. സമയത്തിന്റെ ചുരുക്കത്താൽ എന്റെ വാക്കുകളെ ചുരുങ്ങുന്നു. ഇതെന്റെ മരണത്തിൽ വേർപാടിൽ, താൽക്കാലിക വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന വാത്സല്യ സഹോദരി കുഞ്ഞുമോൾക്കും പ്രിയ മക്കൾക്കും കുടുംബങ്ങൾക്കും സർവകൃപാലുവായ ദൈവം ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ പുത്തൻ പുലരിയിൽ ഈ ചിരിക്കുന്ന മുഖത്തോടെ കാണുവാൻ സർവകൃപാലുവായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. എനിക്ക് സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ നാമമാകട്ടെ. ഈ ദുഃഖവേളയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് പ്രിയ ജോൺ ചാൻ്റെ കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും കർത്താവിൻ്റെ ദിവ്യമായ ആശ്വാസം അവിടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഗുജറാത്തിലെ 6 വർഷം കർത്താവിൻ്റെ വേലയിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ സുരക്ഷയിലായിരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ സഭയിലെ വിശ്വാസിയായിരിക്കുന്ന പ്രിയ പെണ്ണമ്മയുടെ മൂത്ത സഹോദരൻ എന്ന നിലയിൽ പ്രിയ ജോണിച്ചാനെ കാണുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് പല സന്ദർഭങ്ങളിൽ കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ ഇടയായിട്ടുള്ളത്. ആ 6 വർഷങ്ങളിൽ കർത്താവ് നൽകിയ സ്നേഹബന്ധം വളരെ ദൃഢമായിരുന്നു, എപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതുമായിരുന്നു. ദൈവമക്കളെയും ദൈവദാസന്മാരെയും വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വ്യക്തിത്വമാണ് പ്രിയ ജോണിച്ചാനുള്ളത് എന്ന് മുഖസ്തുതികളൊന്നും അല്ലാതെ പരമാർത്ഥമായിട്ട് എനിക്ക് പറയുവാൻ കഴിയും. കരിമ്പിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ മാധുര്യം തന്നെയാണ്. ആ കരിമ്പിൻ്റെ തണ്ടിനകത്ത് അത് മുഴുവനും മാധുര്യം നിറച്ചു വച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ
ഓരോ വ്യക്തിക്കും എന്തെല്ലാം കഴിവുകൾ ഉണ്ടെങ്കിലും ഓരോരുത്തരിലുമുള്ള സ്നേഹത്തിന്റെ അളവാണ് ആ വ്യക്തിയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നതും ആശ്വാസവും ആനന്ദവുമാകുന്നതും. ആ വിധത്തിൽ പ്രിയ ജോണിച്ചാൻ ഹി വാസ് സോ സ്വീറ്റ്, വളരെയധികം സ്നേഹത്തിന്റെ മാധുര്യമുള്ള വ്യക്തിയായിരുന്നു. കർത്താവിന്റെ ദിവ്യ സ്നേഹം ദൈവം കൊടുത്ത അളവിൽ മറ്റുള്ളവരോട് പ്രദർശിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവനെ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ അവസരം. ജോണിച്ചാന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ജോണിച്ചാനോട് പറഞ്ഞു, ഒന്ന് അവർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ കൂട്ടായ്മയിൽ നിൽക്കുകയാണ്. ഞാൻ ജോണിച്ചാനോട് പറഞ്ഞു, ഞാൻ കണ്ട ഒരു ദർശനം അനുസരിച്ച് ജോണിച്ചാൻ TPM-ന്റെ കൂട്ടായ്മയിലേക്ക് മാറുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു. അന്നേരം ജോണിച്ചാൻ പറഞ്ഞു, അങ്ങനെ ഒരു ചിന്ത പോലുമില്ല, ഒരാലോചന പോലുമില്ല. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കണ്ടു, അതുകൊണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന്. ഒത്തിരി നാളുകൾ കഴിഞ്ഞ് ഇപ്പോൾ TPM-ന്റെ കൂട്ടായ്മയിൽ പ്രിയപ്പെട്ടവനായി തീർന്നപ്പോൾ ഞാൻ ഓർത്തു, ദൈവം തന്നെ ആ ദർശനം നിവൃത്തിയായല്ലോ എന്ന് ഞാൻ ഓർക്കുവാനിടയായി. കർത്താവ് പ്രിയപ്പെട്ടവനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ വിധങ്ങൾക്കായും ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ദിവ്യമായ ആശ്വാസങ്ങൾ പ്രിയ കുടുംബത്തിന്, സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് നൽകട്ടെ. ദൈവത്തിന്റെ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ധാരാളം വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എൻ്റെ വായിൽ നിന്നും കൂടുതൽ പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ അനുഗ്രഹവും സമാധാനവും പ്രിയപ്പെട്ടവന്റെ വേർപാട് മൂലം പ്രിയ കുടുംബത്തിനുണ്ടായിരിക്കുന്ന വിടവ് ആർക്കും നികത്തുവാൻ കഴിയാത്തതായ ഒരു ശൂന്യതയാണ്. എന്നാൽ ദൈവത്തിന്റെ വലിയ സമാധാനം വചനത്തിലൂടെയും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്തിലൂടെയും പ്രിയപ്പെട്ടവർക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കും. ഒരു വാക്കുകൂടെ പറയാനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചായ സഹോദരൻ KO വർഗീസ് കുഞ്ഞുഞ്ഞ് അമേരിക്കയുടെയും കുഞ്ഞുഞ്ഞിൻ്റെയും ജോയിമ്മയുടെയും അനുശോചനവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. എൻ്റെ കുടുംബാംഗങ്ങളുടെയും രേഖപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനും 2 വാക്ക് ജോണികളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ 9th-ലെയും 11th-ലെയും സൺഡേ സ്കൂൾ ടീച്ചറായിരുന്നു ജോണികൾ. പുള്ളിക്കാരൻ ഭയങ്കര സിൻസിയർ ആയിരുന്നു സൺഡേ സ്കൂളിന്റെ കാര്യത്തിൽ. എന്ത് പറഞ്ഞാലും പറയും, സൺഡേ സ്കൂൾ വിട്ടിട്ട് ഒരു കാര്യമില്ല മോളെ എന്ന്. അത്രയ്ക്ക് സിൻസിയർ ആയിരുന്നു പുള്ളിയുടെ സൺഡേ സ്കൂൾ വർക്കിൽ. എനിക്ക് തോന്നുന്നു ഞങ്ങൾ 5 പേരാണ് സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്. അതിൽ ഞാനേ ഉള്ളൂ ഒരു പെണ്ണ്, ബാക്കി 4 ആൺപിള്ളേരാണ്. അപ്പോൾ എപ്പോൾ നോക്കിയാലും പുള്ളിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത് 7:30 സൺഡേ സ്കൂൾ ആരംഭിക്കും. പുള്ളി പറയുന്നത് 7:40 ആകുമ്പോഴെങ്കിലും സൺഡേ സ്കൂളിൽ എത്തിയിരിക്കണം. അതായിരുന്നു ഫസ്റ്റ് റൂൾ ഞങ്ങൾക്ക് വെച്ചിരുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഡ്രസ് എല്ലാവരും ഇടണം, അതായിരുന്നു സെക്കൻഡ് റൂള്. ഞങ്ങൾ പലരും അനുസരിക്കുമായിരുന്നെങ്കിലും ചിലരൊന്നും അത് ഇത് ചെയ്യത്തില്ല. പക്ഷെ എല്ലാവരും പരമാവധി വൈറ്റ് ഡ്രസ് ഇട്ട് തന്നെ സൺഡേ സ്കൂളിൽ വരാൻ പുള്ളി ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരുന്ന ഒരാളാണ്. പിന്നെ പറയുവാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. എനിക്ക് സമയം ചുരുക്കം കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞങ്ങളോട് ഒരു പ്രാവശ്യം ഈ അങ്കിള് പറഞ്ഞു, ഞാൻ 3:30 വേണ്ടി എണീറ്റതാണ് നിങ്ങൾക്ക് വേണ്ടി നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. അപ്പം ഞങ്ങൾ പറഞ്ഞു, അയ്യോ അപ്പച്ച ഇത്രയും നേരം എന്തിനാ എടുത്തത്, ഒരു 4 മണിക്കായിരുന്നതിൽ സാരം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇല്ല, ദൈവം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നോട് കണക്ക് ചോദിക്കും, നീ നിന്റെ കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന്. അപ്പൊ അതെനിക്ക് പറയണം, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എണീറ്റ് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എല്ലാ കാര്യത്തിലും പുള്ളി ഭയങ്കര സിൻസിയറാണ്. ഞാൻ ഒരു സൺഡേ വന്നില്ലെങ്കിൽ എനിക്ക് നല്ല പനിയോ എന്തെങ്കിലും ആണെങ്കിൽ പുള്ളി ആ ഉച്ചയ്ക്ക് തന്നെ എന്നെ വിളിച്ച് ചോദിക്കും എന്താ കാരണമെന്ന്. പിന്നെ ആ വീക്ക് തീരുന്ന ഒരു സാറ്റർഡേ നൈറ്റോ ഫ്രൈഡേ നൈറ്റോ ആകുമ്പോൾ എന്നെ വിളിച്ച് ചോദിക്കും പനി എങ്ങനെയുണ്ട്, കുറഞ്ഞോ, എന്തെല്ലാം കഴിക്കണോ, എന്തെല്ലാം കുടിക്കണോ, അതെല്ലാം പറഞ്ഞു തരുമായിരുന്നു. എനിക്ക് അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഇതുപോലൊരു പ്രഷ്യസ് ജെല്ലാണ് ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ നഷ്ടപ്പെട്ടെന്നുള്ളത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഞാൻ കോളേജ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ നേരത്താണ് എൻ്റെ ഒരു സൺഡേ സ്കൂൾ ഫ്രണ്ട് വിളിച്ച് പറയുന്നത് ജോണി അങ്കിൾ പോയത്. പക്ഷെ എനിക്ക് ഞാൻ അങ്കിളിനെ വിളിച്ചിരുന്നത് ബറോഡ ജോണി അങ്കിൾ ആയതുകൊണ്ട് എനിക്ക് അത്ര പേര് പിടികിട്ടിയില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, ജോണി അങ്കിളോ, ഞാൻ ഞായറാഴ്ചയും കണ്ടതാന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞു, അപ്പൊ വേറൊരാളിനോട് വിളിച്ചിട്ട് പറഞ്ഞു, അല്ലടി ജോണി അങ്കിളാ നമ്മളെ പഠിപ്പിച്ച. എനിക്കങ്ങോട്ട് താങ്ങാൻ കഴിഞ്ഞില്ല. ബസ്സിലായിരുന്നാലും എനിക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ മതി, ആ അവസ്ഥയായിരുന്നു. ഞാൻ അത്രയ്ക്ക്
ഹേർട്ടായി പോയി. പറയുവാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഞാൻ ഈ ജോണിയങ്കളിന് ആദ്യം രക്ഷയെ കൊണ്ടുവന്ന പാസ്റ്റർ സോളമൻ അപ്പച്ചനെ ഞാൻ ഈ ഡിസംബറിൽ ഞങ്ങളൊരു വെഡിങ്ങിന്റെ ഇതിന് ഇരുമ്പതി ഫെയ്ത്തോമി ചെന്നപ്പോൾ പുള്ളി ഈ അങ്കിള് ഈ രക്ഷ വന്ന കാര്യവും പുള്ളി ഭയങ്കര എന്തെല്ലാം ട്രയൽസും ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്ത കാര്യങ്ങളും എല്ലാം പറയുമായിരുന്നു ഞങ്ങളോട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചറാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഈ വേർപാട് എനിക്ക് ഒന്ന് മനസ്സിലായത്, ഇന്ന് കണ്ട ആൾക്കാർ ഇനി നമ്മൾ നാളെ കാണണമെന്നൊരു ഗ്യാരണ്ടി മൺഡേ ആയപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വാർത്ത പിന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് ഇനി പറയാനുണ്ട് ജോണിയങ്ങളെ കുറിച്ച്, പക്ഷെ സമയച്ചെടുക്കുക കാരണം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ 12th എക്സാം എഴുതിയിരുന്നപ്പോൾ എനിക്ക് ഫിസിക്സ് CBSE ഭയങ്കര ടഫായിരുന്നു. ഒരു കാരണത്തിലും ജയിക്കില്ല, കാരണം എനിക്കറിയാം ഞാൻ എന്തും ആൻസർ ഷീറ്റിൽ എഴുതി വെച്ച്. പിന്നെ ഞാൻ ജോണിയങ്ങളോട് പറഞ്ഞു അങ്കിളെ ഒരു വിധത്തിലും ജയിക്കില്ല, എനിക്കറിയാം. അപ്പൊ അങ്കിള് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കും, ജയിക്കും എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കറക്റ്റ് ആ CBSEയുടെ റിസൾട്ട് വരുന്ന രാവിലെ ഞാൻ പോലും അറിഞ്ഞില്ല. പുള്ളി എന്നോട് പറഞ്ഞു റിസൾട്ട് വന്നു നോക്കിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ ഞാൻ ഡാഡിയുടെ അടുത്ത് വെക്കേഷന് പോയിക്കായിരുന്നു. എന്നാലും പുള്ളിയെ വിളിച്ചു. ഞാൻ റിസൾട്ട് നോക്കി, ഫിസിക്സിനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കും. അപ്പൊ എന്നോട് പറഞ്ഞു കണ്ടോ ദൈവം ചെയ്ത അത്ഭുതം കണ്ടോ എന്നൊക്കെ പറയുമായിരുന്നു. എന്നെ എല്ലാ കാര്യത്തിനും സഹായിക്കുകയും ഉത്സാഹിപ്പിക്കുകയും എന്ത് കാര്യമാണെങ്കിലും പുള്ളിയായിരുന്നു ഓൾ ഇൻ ഓൾ. റെഡ് ഇങ്കും കൊണ്ട് മാർക്ക് ഇടും, ഞങ്ങളുടെ കമന്റ്സ് എല്ലാം ഗ്രീൻ ഇങ്കും കൊണ്ട് എഴുതും. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അസൈൻമെന്റ് തരുമായിരുന്നു. ഓരോ 10 ചാപ്റ്റർ കഴിയുമ്പോൾ അസൈൻമെന്റ് തരും. അപ്പൊ ഞങ്ങൾക്ക് ഈ ആനുവൽ എക്സാം ആകുമ്പോൾ ഒന്നും പേടിക്കണ്ട, കാരണം ഓരോ 10 ചാപ്റ്ററും ഒരു 3-4 മാസങ്ങളോടാവും പഠിച്ച് കഴിയുമായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു സൺഡേ സ്കൂൾ ടീച്ചർ എന്നുള്ള നിലയിൽ. എനിക്ക് ഒരു നല്ലൊരു ഒരു പ്രഷ്യസ് ഒരു സ്റ്റോൺ ആയിരുന്നു അപ്പച്ചൻ ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ. ഇനി ഇതുപോലൊരു ടീച്ചർ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ്റെ ഈ ഗ്രീവിംഗ് ഫാമിലിയെ ദൈവം ആശ്വസിപ്പിക്കണം. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ആ പ്രത്യാശയുടെ തുറമുഖത്ത് എത്തിച്ചേരുവാൻ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ജോണിച്ചാൻ്റെ ഭൗതിക ശരീരത്തിൽ നിന്നുള്ള 2 വാക്ക് പറയുവാൻ എനിക്ക് അവസരം നൽകിയ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഞാൻ നന്ദി അറിയിക്കുന്നു. കേവലം 2 വർഷത്തെ പരിചയം മാത്രമേ പ്രിയ ജോണിച്ചാനുമായിട്ട് എനിക്കുണ്ടായിരുന്നുള്ളൂ. പല സന്ദർഭങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് വളരെ നന്നായി സംസാരിക്കുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്തന്തര തോപ്പിലെ പ്രിയ പാപ്പച്ചനപ്പച്ചൻ്റെ മക്കളിൽ മൂത്ത മകൻ, ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയുടെ പ്രാരംഭകാലങ്ങളിൽ അംഗമായിരുന്നു. എനിക്ക് മുന്നിൽ സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതിന് ശേഷമാണ് TPM ചർച്ചോളം ബന്ധത്തിൽ താൻ ആയിത്തീർന്നത്. സഭാംഗങ്ങളിൽ നിന്നൊക്കെ പ്രിയ ജോണിച്ചാനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കർത്തൃദാസന്മാരെയും ദൈവമക്കളെയും സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പ്രിയ ജോണിച്ചാൻ. ഈ ഭവനത്തിൽ വന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്നെ വെറും കൈയായിട്ട് അയച്ചിട്ടുള്ള സന്ദർഭങ്ങൾ എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞതിന്റെ താല്പര്യം കർത്താവിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ വളരെ ഉത്സാഹിയായ ഒരു ഭക്തനായ വ്യക്തിയായിരുന്നു പ്രിയ ജോണിച്ചായ. ഇവിടെ നിന്നൊക്കെ നമ്മൾ ഒത്തിരി ഓർമ്മകൾ കേൾക്കുവാനിടയായി. അതൊക്കെ ഞാൻ ഇനി ആവർത്തിച്ചാൽ ഒരു ആവർത്തന വിരസത ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെടും. താൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ, ജീവിച്ച സ്ഥലങ്ങളിൽ ഒക്കെ തന്റെ ആത്മീയ മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഒരുപോലെ മാതൃകയുള്ളവനായി ജീവിച്ചു എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. തനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം അത് ആരോടാണെങ്കിലും പറയുവാൻ ഒരിക്കലും താൻ മടിച്ചിരുന്നില്ല. അങ്ങനെ സത്യത്തിന് വേണ്ടി നിന്ന ഒരു പ്രിയ ദൈവഭക്തനായ മനുഷ്യൻ കഴിഞ്ഞ തിങ്കളാഴ്ച തനിക്ക് വേണ്ടി ഒരിക്കൽ വിശ്രാമത്തിലേക്ക് കടന്നെത്തുന്നു. തന്റെ മരണം
അത് അറിഞ്ഞ സമയം മുതൽ ആ സമയത്ത് തന്നെ ഭവനത്തിൽ കടന്നു വരുവാനും ബോഡി ഇവിടുന്ന് മാറ്റിയതിനു ശേഷമാണ് ഞങ്ങൾ സഭയായി പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇവിടുന്ന് മടങ്ങിപ്പോയത്. അങ്ങനെ ഈ ഭവനമായിട്ട് നല്ല ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമായൊരു കാര്യമാണ്. താൻ TPM സ്ട്രക്ചറിനോട് ബന്ധത്തിൽ കടന്നുപോയെങ്കിലും ഈ കുടുംബമായിട്ടും വ്യക്തികളുമായിട്ടും നല്ല ബന്ധം പുലർത്തുവാൻ സഭയായി ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ കുടുംബമായിട്ട് നല്ല ബന്ധം പുലർത്തുവാൻ ഇതുവഴി കടന്നു പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ പ്രിയച്ചാനെ കാണുവാനും ഭവനത്തിൽ കഴിവുള്ളിടത്തോളം സന്ദർശിക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. കാരണം തൻ്റെ ആ സ്നേഹവും എപ്പോഴും കാണുമ്പോൾ പറയുന്നത് അതുവഴി പോകുമ്പോൾ എൻ്റെ വീട്ടിൽ കയറിയിട്ടേ പോകാവുള്ളൂ, പ്രാർത്ഥിച്ചിട്ടേ പോകാവുള്ളൂ എന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ആത്മീയ കാര്യങ്ങൾ ദൈവ വിഷയം സംബന്ധമായി ദൈവമക്കൾ സംബന്ധമായി വളരെ ഉത്സാഹിയായ ഒരു ദൈവഭക്തനാണ് കടന്നുപോയത്. താൻ ഭവനത്തിൽ തൻ്റെ മക്കളെയും നല്ല ആത്മീയ നിലവാരത്തിൽ വളർത്തുവാനും അവരെ പരിശീലിപ്പിക്കുവാനും ഒക്കെ ഇടയായി തീർന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായിട്ട് ജീവനോട് അവശേഷിച്ചിരിക്കുന്നുവെങ്കിൽ രൂപാന്തര ശരീരികളായി കർത്താവിനെ എതിരേൽപ്പാൻ അദ്ദേഹത്തോടൊപ്പം മധ്യാകാശത്തിൽ എടുക്കപ്പെടുന്ന ആ നല്ല സുദിനത്തിന് വേണ്ടി വളരെ പ്രത്യാശയോടെ നമുക്ക് ഏവർക്കും കാത്തിരിക്കാം. സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശിഷ്യ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാമ, മക്കൾ, കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ ഏവരെയും സർവ്വ ആശ്വാസങ്ങളുടെ ഉറവിടമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉത്തമമായ ഒന്ന് താൻ തിരഞ്ഞെടുത്ത് പൗലോസ് പറയുമ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടായിരിക്കാൻ എനിക്ക് വാഞ്ചയുണ്ട്. അത് അത്യുത്തമമല്ലോ. അത്യുത്തമമായ ഒന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച താൻ കടന്നുപോയി. തന്റെ ഗൃഹകാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കാൻ പ്രിയപ്പെട്ടവർ നമുക്ക് കേട്ട സാക്ഷ്യങ്ങൾ നേരിട്ട് കേട്ടത് അനുസരിച്ച് ഒരു ഒരുക്കത്തോടെ ആയിരുന്നു താൻ തിങ്കളാഴ്ച ആയിരുന്നത്. മക്കളെയൊക്കെ വിളിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു, കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. എല്ലാം നല്ല നിലയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രിപ്പയർഡായ നിലയിൽ താൻ കഴിഞ്ഞ ദിവസം കർത്തൃസഭയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. താൻ കാണിച്ചു വെച്ച നല്ല മാതൃക പിന്തുടർന്ന് ക്രിസ്തീയ ജീവിതം അനുഗ്രഹീതമായ നിലയിൽ മുൻപോട്ട് നയിപ്പാൻ ദൈവമായ കർത്താവ് ഏവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ശാലയിൽ പുത്തൻതെരുവ് സഭയുടെ എല്ലാ കുടുംബങ്ങളെയും ദുഃഖവും പ്രത്യാശയും, എൻ്റെ ഈ കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും കുടുംബാംഗങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ആശ്വസിപ്പിക്കുന്നതാണ്. ഇവിടെ വന്ന് ദൈവമക്കളുടെയും പ്രിയപ്പെട്ട പാസ്റ്റേഴ്സിൻ്റെയും ഒക്കെയും സാക്ഷ്യം തന്നെ കുറിച്ച് കേട്ടപ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് തനിക്ക് നല്ലൊരു അന്ത്യം പ്രാപിപ്പാൻ ദൈവം കൊടുത്ത നല്ല അവസരത്തെ ഓർത്ത് ഞാനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. വിശ്വാസത്തിൽ ജീവിച്ച് വിശ്വാസത്തിന് വേണ്ടി നിന്ന് വിശ്വാസത്തിന് വേണ്ടി മരിക്കുക എന്നതാണ് നമ്മുടെ ദൈവമക്കളാകുന്ന നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യാവസ്ഥയിലേക്ക് തന്റെ ദാസനെ ദൈവം നയിച്ചു. തൻ്റെ വിശ്വാസ ജീവിതത്തെ മാനിച്ച് ദൈവം നല്ലൊരു അന്ത്യം കൊടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തൻ്റെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച കുട്ടി സാക്ഷ്യം പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ വളരെ വികാരഭരിതനായി തീരുവാൻ ഇടയായി. ഹല്ലേലൂയ. തൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു വലിയ ഗുണം, മേന്മ, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള കരുതലൊക്കെ കാണുവാനും അത് കേൾപ്പാനും ദൈവം സഹായിച്ചല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത പരിചയം വളരെ കുറവാണെങ്കിൽ തന്നെയും പ്രിയ ഡയാർമണിയുള്ള പ്രിയ ബാബുബ്രദറിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് തന്നെ ഞാൻ പരിചയപ്പെടുകയും അന്ന് തൊട്ട് ഈ കുടുംബത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർപ്പാനും ദൈവം സഹായിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഈ സമയത്ത് എൻ്റെയും ട്രിവാൻഡ്രത്തുള്ള എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് കാൻബറയിലായിരിക്കുന്ന ഷെറിൻ മോളുടെയും ജെസിൻ മോൻ്റെയും കോൺഡോളൻസ്, ഈ കുടുംബത്തിലെ പ്രത്യേകിച്ച് കുഞ്ഞോൾ സിസ്റ്ററെയും തനിക്ക് കൊടുത്ത 3 മക്കളെയും അവർക്ക് കൊടുത്തിരിക്കുന്ന മരുമക്കളെയും അറിയിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം തരികയാണ്. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ ആശ്വാസം
നൽകട്ടെ എന്ന് ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നു. ഏകദേശം കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട് ഈ വാത്സല്യ കുടുംബത്തെ പരിചയപ്പെടുവാൻ ദൈവ അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ കൊല്ലം സഭയിൽ ശുശ്രൂഷിക്കുന്ന അവസരത്തിലാണ് ഈ ഭവനത്തിലെ വാത്സല്യ വിളിച്ചയെ ആ സഭാ കുടുംബത്തിലെ പ്രിയ ലഘു വാങ്ങി പണിതയായത്. അന്ന് മുതൽ നല്ലൊരു സ്നേഹബന്ധം കാത്തു സൂക്ഷിപ്പാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. ദൈവം തന്നെ ആക്കിയ ഇടങ്ങളിൽ വളരെ ഉന്നതമായ ക്രിസ്തീയ സാക്ഷ്യം കൊടുത്ത് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ള അനുഗ്രഹിക്കുന്ന സാക്ഷ്യം ദൈവനാമ മഹത്വത്തിനായി പലരും കൂടെ പ്രസ്താവിക്കുന്നത് കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ സംബന്ധിച്ച് മരണം താൽക്കാലികമായൊരു അനുഭവമാണ്. ഇതിനപ്പുറം അനന്തമായൊരു ജീവിതം നമ്മെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് തിരുവട്ട് ഓർപ്പിക്കുന്നു. വേദപുസ്തക ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് മരണം. എല്ലാ മനുഷ്യരെയും മരണം വെല്ലുവിളിക്കുന്നു. എന്നാൽ മരണത്തെ വെല്ലുവിളിക്കുന്ന ഒരു ഗ്രൂപ്പുള്ളതായി കർത്താവിൻ്റെ വചനം പറയുന്നു. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതവുമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരണം ഭയപ്പെടേണ്ട ഒന്നല്ല. മരണത്തിന് ശേഷം ഉന്നതമായൊരു അനുഭവത്തിലേക്ക് ഒരു മാറ്റപ്പെടുന്നു എന്ന സത്യമാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. രണ്ടുവിധ മരണമുള്ളതായി ബൈബിൾ പറയുന്നു. ഒന്ന് ക്രിസ്തുവിൽ മരിക്കുക, ഒന്ന് പാപത്തിൽ മരിക്കുക. ഈ വാത്സല്യ പിതാവിനെ സംബന്ധിച്ച് ക്രിസ്തുവിൽ മരിച്ച ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഇരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഇരിക്കുന്നത് മരിക്കാനാണെങ്കിൽ മരിക്കുന്നത് ഉയർത്തെഴുന്നേൽക്കാനാണെന്നുള്ള സത്യം ബൈബിൾ വ്യക്തമാക്കുന്നു. മരണം ശാശ്വത അന്ത്യമല്ല, താമസമയ നിത്യജീവന്റെ ആ തുറമുഖത്ത് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച വിശുദ്ധന്മാർ ഒന്നിച്ചു കൂടുന്ന ഉയർപ്പിൻ്റെ സുപ്രഭാതത്തിൽ ഈ പ്രിയപ്പെട്ടവരെ കാണാമെന്നുള്ള ആ സ്വർഗീയ പ്രത്യാശയിൽ ഭവനത്തിലുള്ള എല്ലാവരെയും ദൈവത്തിൻ്റെ ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമുക്ക് അനുവദിച്ച ഓട്ടം ദൈവകൃപയിൽ ആശ്രയിച്ച് ഓടിച്ചെടുപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ നൽകുന്നു. ദൈവം ആശ്വസിപ്പിക്കുകയും ബലവനായ ദൈവം വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ അനുശോചനത്തിനായിട്ട് നിൽക്കുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുമോളാഞ്ചിയുടെ ബ്രദർ ജോസ് അങ്കിൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഓതറ കൈപ്പമ്പൽ കുടുംബത്തിൽ നിന്ന്. ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ സ്റ്റുഡൻസ് ചാപ്ലിനായിട്ട് വർക്ക് ചെയ്യും. കഴിഞ്ഞ ദിവസം 55 വയസ്സുള്ള ഒരു പിതാവിൻ്റെ വേർപാടിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് സാധിച്ചു. മക്കൾ അലമുറയിട്ട് കരയുന്ന വേളയിൽ ആ മാതാവ് വന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മാതാവ് ഏറ്റവും അവസാനം എഴുന്നേറ്റ് നിന്ന് അലമുറയിട്ട് കരയുന്ന മക്കളോട് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ ഓട്ടമാണ്. ഓട്ടത്തിൽ എൻ്റെ പിതാവ്, നമ്മുടെ അപ്പൻ വിജയിച്ചു. ആദ്യം പ്രത്യാശ വെച്ച സ്ഥലത്ത് ആ അപ്പനെത്തി. അതുകൊണ്ട് തുടർന്ന് നമുക്കും അവിടെ എത്താം എന്നൊരു വലിയ പ്രത്യാശ. അതുകൊണ്ട് മക്കളോട് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ അലമുറയിട്ട് കരയരുത്. ഈ ഓട്ടത്തിൽ ജയിച്ചത് നമ്മുടെ പപ്പയാണ്. തീർച്ചയായിട്ടും ഈ വേർപാട് എല്ലാവർക്കും വേദന ഉളവാക്കുന്നതാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ച് നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം തീർച്ചയായിട്ടും ജോണിച്ചാനിൽ ലഭ്യമായിട്ടുണ്ടല്ലോ. അതിൽ സ്തോത്രം ചെയ്യുവാനും തുടർന്നും നമുക്ക് അപ്രകാരമായി തീരുവാനായിട്ട് വലുവനായിട്ട് ദൈവം ഒരുക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓതറ കൈപ്പറമ്പിൽ കുടുംബത്തിൻ്റെ നാമത്തിലും അമേരിക്കയിലുള്ള ജോസ് അങ്കിളുടെയും സാറാമാൻറ്റിയുടെയും ജോയ്സ് ചേച്ചിയുടെയും ജെനിയുടെയും കുടുംബത്തിൻ്റെയും നാമത്തിലുള്ള അനുശോചനം ഈ സമയത്ത് ഞങ്ങൾ നേരിടുന്നു. തേജസ്സയുടെ ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിപ്പാൻ ഞാൻ കേരളത്തിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് കടന്നു പോകാനിടയായിപ്പോയി. അഹമ്മദാബാദ് സബർമതി സഭയുടെ ചാർജ് അച്ഛനെ യോണിച്ചാലും കുടുംബവും കുഞ്ഞുങ്ങളുമായിരുന്നു എനിക്ക് എല്ലാമായി എന്നോട് കൂടെയിരുന്ന എന്തെല്ലാം ഉപകാരങ്ങൾ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തുവെന്നും എനിക്ക് വ്യക്തിപരമായി കുടുംബത്തിന് വേണ്ടി ചെയ്തെന്നുള്ളതൊന്നും വിവരിപ്പാൻ എനിക്ക് സമയമില്ല. താങ്കൾ അവരുടെ ഹൃദയവേദനയോടും ഭാരത്തോടുമാണ് ഞങ്ങളെല്ലാവരുമായിരിക്കാൻ കുഞ്ഞുങ്ങളെല്ലാവരെയും പോലും വിളിച്ച് അറിയിച്ചു. ഞങ്ങൾക്ക് വാക്കുകൾ പറയുവാനില്ല. ദുഃഖകാരികളത് നീളമാമയും കുഞ്ഞുങ്ങളെ മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ എല്ലാവരെയും കർത്താവിൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഞാൻ ശുശ്രൂഷിക്കുന്ന അർപ്പയോട് സഭയുടെയും
ഞാൻ ചുമതല വഹിക്കുന്ന സൂര്യാട് സെക്ഷൻ ചെയ്യും. ഓസ്ട്രേലിയയിലായിരിക്കുന്ന എൻ്റെ പെൺകുഞ്ഞുങ്ങൾ രണ്ടുപേരുടെ കുഞ്ഞുങ്ങൾ, ഗൾഫിലായിരിക്കുന്ന പ്രിയ എൻ്റെ മകൻ ടൈറ്റസ് അറിയുന്ന വൈഫ് ഡോക്ടർ നിത്യ, എല്ലാവരുടെയും താങ്ങാനാവാത്ത വേദന നിങ്ങൾ ഷെയർ ചെയ്യുന്നു. ദൈവമേ സഹായിക്കും. പങ്കു ചേരുവാൻ എനിക്ക് ദൈവം അവസരം നൽകിയതിൽ ഞാൻ ദൈവത്തെ മുഖപ്പെടുത്തുന്നു. യാച്ചാൻ്റെ സഹോദരി പൊന്നമാമ കുളത്തുപുഴ അസംബ്ലി ചർച്ചിൻ്റെ അംഗങ്ങളാണ്. ആ സഭയിൽ കഴിഞ്ഞ 4 വർഷം ശുശ്രൂഷിപ്പാൻ എനിക്ക് കർത്താവ് അവസരം നൽകി. അതിനുള്ള ബന്ധത്തിൽ പല പ്രാവശ്യം ഞാൻ ഈ വാത്സല്യ കുടുംബത്തിൽ കടന്നു വരുവാനും പ്രിയ ആചാരമായിട്ടൊക്കെ ശേഖരിപ്പാൻ ചെയ്യും എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ദുഃഖം ഉളവാക്കുന്നതാണ്. എന്നാൽ അതിനപ്പുറമായിരിക്കുന്ന പ്രത്യാശ ദൈവജനത്തിനുള്ളത് ഓർക്കണം. ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെയും പ്രത്യാശയുടെ കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവാണ്. വചനത്തിൽ വായിക്കുന്ന പോലെ കർത്താവിന് ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ട കർത്താവിന്റെ ഇടയിൽ മേഘങ്ങളിൽ വിലക്കപ്പെടും. തീർച്ചയായിട്ടും നമ്മുടെ യോജന ഞാൻ കാണുന്ന ഒരു ദിവസമുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുന്ന വേളയിൽ അവനെ പുനരുദ്ധാന ശരീരത്തിൽ കർത്താവിന്റെ ദാസനയിൽ നമുക്ക് വീണ്ടും കാണാവുന്ന പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന നാവികർ ഫസ്റ്റ് അസംബ്ലി ചർച്ചിൻ്റെയും അവൻ ദുഃഖങ്ങൾ അറിയിച്ചുകൊണ്ട് ഇത് വാക്കിൽ വിരമിക്കുന്നു. ദൈവം അറിയില്ലേ. ഞങ്ങളുടെ കുടുംബത്തിലെ എൻ്റെ മൂത്ത അമ്മാച്ചൻ്റെ മകനാണ് ജോണിച്ചാൻ. ഞങ്ങളുടെ അധികം സ്നേഹിക്കുകയും എല്ലാ കാര്യങ്ങളും അധികമായി പ്രവർത്തിക്കുകയും ചെയ്ത എൻ്റെ ഒരു കൂട്ട സഹോദരനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച 4 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പ്രിയ അച്ചായൻ ഇത്രയും പെട്ടെന്ന് ഞങ്ങളെ വിട്ട് കടന്നു പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ചിന്തിച്ചില്ല. എനിക്ക് വളരെ കൺഫ്യൂഷനായി. മോനച്ചാൽ വിളിച്ചു പറഞ്ഞു, ജോണിച്ചായൻ പോയിരുന്നു. എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രയാസമുണ്ടായി. എന്നിട്ട് ഞാനത് വിശ്വസിച്ചില്ല. ഞാൻ വിളിച്ച് വീണ്ടും 2-3 പ്രാവശ്യം കൺഫേം ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് മനസ്സിലാക്കാൻ ഇടയായത്. എൻ്റെ സഹോദരൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഞാനിവിടെ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ അമ്മയുടെ കുടുംബത്തിലെ ഒരു ജനറേഷൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അടുത്ത ജനറേഷൻ ഞങ്ങളാണ്. ഞങ്ങളിൽ മൂത്ത സഹോദരനാണ് കഴിഞ്ഞ ദിവസദാനത്തിൽ ചേർക്കപ്പെടുവാൻ ഇടയായത്. പ്രിയ അച്ഛനെ കുറിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ചെറുപ്രായം മുതൽ താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽപ്പാൻ ഇടയായി. അത് തന്നെയല്ല, ദൈവസന്നിധാനത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ ദീക്ഷതയോടും ഞങ്ങൾക്ക് ഒരു കാര്യം പറയാൻ ഇടയാകും. എൻ്റെ വെല്ലുവിളിച്ച് മുതൽ വിശ്വാസത്തിന് വേണ്ടി നിൽപ്പാൻ, ആദ്യകാലങ്ങളിൽ തന്നെ വിശ്വാസത്തിൽ നിൽപ്പാൻ, ആ വിശ്വാസത്തിൽ തന്നെ ഇത്രത്തോളം ആയിരിക്കാനും ഞങ്ങൾക്കും എൻ്റെ വെല്ലുവിളിക്കും എൻ്റെ മാതാവിനും അതേപോലെ എൻ്റെ അമ്മച്ചന്മാർക്കും എല്ലാവർക്കും തന്നെ അത് തന്നെയല്ല അവർ കാട്ടിത്തന്ന മാതൃക ഞങ്ങൾക്ക് പിന്തുടരുവാൻ ദൈവത്തിനുള്ള ജീവിതത്തിൽ കുറിപ്പ് ചെയ്തതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. പ്രിയ അച്ഛനുള്ള ബന്ധത്തിൽ എൻ്റെ പല കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഈ സന്ദർഭത്തിൽ ഓർപ്പിച്ചതിന് ശേഷം ഞാൻ ദൈവസന്നിധാനത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ വളരെയധികം താങ്ങായിരുന്നു, വളരെയധികം ആശ്വാസമായിരുന്നു. മറ്റുള്ള കുടുംബങ്ങളെക്കാൾ ഉപരിയായി തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്നു. തൻ്റെ ഓരോ വാക്കുകൾ ഞാൻ ഇപ്പോൾ പല സന്ദർഭങ്ങളിൽ ഓർക്കുകയായിരുന്നു.
വളരെ ഗൗരവത്തോടും വളരെ ഉത്തരവാദിത്വത്തോടും വളരെ താല്പര്യത്തോടും തൻ്റെ സഹോദരങ്ങളുടെ നന്മ കാണുവാനായി, തൻ്റെ സഹോദരങ്ങളുടെ അനുഗ്രഹം കാണുവാനായി, ഇതിനേക്കാൾ ഉപരിയായി അവരുടെ ആത്മീയ ജീവിതത്തെ പുതുക്കപ്പെടുത്തുന്ന ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ കാണുവാനിടയായി. തന്നെയുമല്ല, ഞാൻ ഏകദേശം 86 ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് നാഷ്ടപ്പെട്ടതും ലോകത്തു നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം എൻ്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ മൂത്ത മകനായിട്ടാണ് ഞാൻ തിരിച്ചുള്ളത്. താൻ എന്നെ ഇവിടെ നിന്ന് അവിടെ വളരെ കൊണ്ടുവന്നിടയായി. തന്നെയല്ല, അവിടെ ചെന്ന് തന്നെ അനുഗ്രഹം കാണുവാൻ, തന്നെയല്ല അവിടെ ജോലിയുള്ള ബന്ധത്തിൽ എന്നെ പ്രവേശിപ്പിക്കാനും ഒക്കെയും തൻ്റെ ജീവിതത്തിൽ കൃപ ചെയ്തു. എനിക്ക് ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. തന്നെയല്ല, തന്നെ ഇവിടെ പലരും പറഞ്ഞതുപോലെ അഹമ്മദാബാദിലെ തൻ്റെ ചെറുപ്രായം മുതൽ സുവിശേഷ വേലയിൽ അതിതൽപരനായിരിക്കുവാൻ തൻ്റെ ദാസനെ അധികമായി പ്രയോജനപ്പെടുത്തിയതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അനേക കാര്യങ്ങൾ അഹമ്മദാബാദിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയുവാനുണ്ട്. താൻ ആദ്യകാലം സുവിശേഷ വേല തുടങ്ങിയ സമയത്ത് ഏത് വിശ്വാസി ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ആത്മീയമായാലും ഭൗതികമായാലും, പ്രത്യേക കുഞ്ഞോളമാമയും ജോണിച്ചാനും കൂടെ ചേർന്ന് ലീവ് എടുത്തായാലും, അതുപോലെ സാമ്പത്തികമായാലും ആത്മീയമായാലും എല്ലാ കുടുംബങ്ങളിലും കാണാം. ഞങ്ങളുടെ സാരും സഭയിലുള്ള ബന്ധത്തിൽ അവിടെ ആയിരുന്നപ്പോൾ ഒരൊറ്റ കുടുംബങ്ങൾ പോലും തന്റെ ശുശ്രൂഷ അനുഭവിക്കാതെ ഇരുന്നിട്ടില്ല. ഞാൻ അതിപ്പോൾ ഓർത്തിയാൽ ഞങ്ങളുടെ സഭയോടുള്ള ബന്ധത്തിൽ സഭയിലുള്ള ഓരോ കുടുംബങ്ങളും വളരെ ദുഃഖത്തിലാണ്. പ്രത്യേക ജോണിച്ചാന്റെ വേർപാട് അറിഞ്ഞപ്പോൾ മുതൽ അവർ വളരെയധികം പ്രയാസവും ദുഃഖവും കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന്